നമസ്കാരം. തൃശൂർ വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിന്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുതലമുറയും കുടുംബാന്തരീക്ഷവും എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംവദിക്കാനെത്തുന്നത് നമുക്കേറെ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. വിമല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ലിംസ് തോമസ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പുതുതലമുറയും കുടുംബാന്തരീക്ഷവും. ഈ കാലഘട്ടങ്ങളിലെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കാം, പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അവർ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്നുള്ളത് പുതുതലമുറയും കുടുംബാന്തരീക്ഷവും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ കുട്ടികൾ ഒരുപാട് മാറിപ്പോയി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കുട്ടികൾ മാറിയതാണോ അതോ ലോകം മാറിയതാണോ? നമ്മൾ വളർന്ന കാലഘട്ടം ഇൻ്റർനെറ്റ് ഇല്ലാത്ത, മൊബൈൽ ഫോൺ ഇല്ലാത്ത, സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമില്ലാത്ത വളരെ ലളിതമായൊരു കാലഘട്ടം. പക്ഷേ ഇന്നോ കുട്ടികൾ വളരുന്നത് മൊബൈൽ ഫോണിൻ്റെ, ഇൻ്റർനെറ്റിൻ്റെ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ലോകത്തിലേക്കാണ്. അതാണ് അവരുടെ ലോകം. പലപ്പോഴും അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റം നമുക്ക് തെറ്റായി തോന്നാം. പക്ഷേ അത് തെറ്റല്ല, മറിച്ച് അവർ ജീവിക്കുന്നു എന്നുള്ളതിന് വളരെ ഉദാത്തമായ ഒരു ദൃഷ്ടാന്തമാണ്. ഈ കാലഘട്ടങ്ങളിലെ കുട്ടികളെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ജെൻസി എന്നുള്ളത്. ഫോൺ ഇവർക്ക് ഒരു ഉപകരണം മാത്രമല്ല, മറിച്ച് അവരുടെ വലിയ ലോകത്തിലേക്കുള്ള ഒരു വാതിലാണ്. സുഹൃത്തുക്കൾ, പഠനം, ജോലി, അവസരങ്ങൾ, ആശയവിനിമയം, മനസ്സമാധാനം ഇവയെല്ലാം അവർ ഫോൺ വഴി കണ്ടെത്തുന്നു. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നത് പലപ്പോഴും അനുസരണക്കേടല്ല, മറിച്ച് മാനസിക ആശ്വാസത്തിനുള്ള ഒരു മാർഗമാണ്. ഇന്നത്തെ കുട്ടികൾ വളരെ ഭാവനാപരമായി സൂക്ഷ്മരാണ്. നമ്മൾ പറയുന്ന ചെറിയ വാക്കുകൾ പോലും അവർക്ക് വലിയ വേദനയായി തോന്നാം. നമ്മൾ ഉപയോഗിക്കാറുള്ള ചില വാക്കുകളാണ് ഞങ്ങളുടെ കാലഘട്ടത്ത്, പണ്ട് കാലങ്ങളിൽ, നമ്മുടെ കാലത്ത് എന്നൊക്കെ. ഈ വാക്കുകളെല്ലാം അവരെ നമ്മളിൽ നിന്ന് ഒരുപാട് അകറ്റും. അവർ ചോദിക്കുന്നത് വളരെ ലളിതമാണ്, എന്നെ കേൾക്കൂ, എന്നെ മനസ്സിലാക്കൂ. നോക്കൂ, അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ വികാരങ്ങൾ അംഗീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സും നല്ല സ്വാതന്ത്ര്യവും വലിയ വിശ്വാസങ്ങളും കുട്ടികൾ നമുക്ക് തിരിച്ചു തരും. മനഃശാസ്ത്രജ്ഞനായ ജോൺ ബൗൾബി അവതരിപ്പിച്ച സിദ്ധാന്തപ്രകാരം ഒരു കുട്ടിക്ക് ലഭിക്കുന്ന സുരക്ഷിതമായ മാനസിക ബന്ധം എന്നുള്ളത് അവൻ്റെ ആത്മവിശ്വാസത്തിനും ഭാവിയിലെ ബന്ധങ്ങൾക്കും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട് എന്നുള്ളത് മാനസികമായി സുരക്ഷിതമായ ഒരു ഇടം ആയിരിക്കണം. കുട്ടിക്ക് തെറ്റു പറയാൻ പേടിക്കാത്തൊരിടം, പരാജയം മറക്കേണ്ട ആവശ്യമില്ലാത്തൊരിടം, കരയാൻ പോലും ഭയമില്ല. നോക്കൂ, അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ വികാരങ്ങൾ അംഗീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സും നല്ല സ്വാതന്ത്ര്യവും വലിയ വിശ്വാസങ്ങളും കുട്ടികൾ നമുക്ക് തിരിച്ചു തരും. മനഃശാസ്ത്രജ്ഞനായ ജോൺ ബൗൾബി അവതരിപ്പിച്ച സിദ്ധാന്തപ്രകാരം ഒരു കുട്ടിക്ക് ലഭിക്കുന്ന സുരക്ഷിതമായ മാനസിക ബന്ധം എന്നുള്ളത് അവൻ്റെ ആത്മവിശ്വാസത്തിനും ഭാവിയിലെ ബന്ധങ്ങൾക്കും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട് എന്നുള്ളത് മാനസികമായി സുരക്ഷിതമായ ഒരു ഇടം ആയിരിക്കണം. കുട്ടിക്ക് തെറ്റു പറയാൻ പേടിക്കാത്തൊരിടം, പരാജയം മറക്കേണ്ട ആവശ്യമില്ലാത്തൊരിടം, കരയാൻ പോലും ഭയമില്ല. മാതാപിതാക്കൾ ഒരിക്കലും വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒരു പോലീസായി പ്രവർത്തിക്കാതിരിക്കട്ടെ, മറിച്ച് പരസ്പരം സംസാരിക്കുകയും പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാർഗദർശികളാകട്ടെ. സംഭാഷണമാണ്, പങ്കുവയ്ക്കലാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ശിക്ഷയല്ല, ശിക്ഷണമാണ് നമുക്ക് വേണ്ടത്. അഭിനന്ദനം നൽകണം. ഒരു ചെറിയ ശ്രമം പോലും കണ്ടെത്തി പ്രശംസിക്കുമ്പോൾ കുട്ടിയുടെ ആത്മവിശ്വാസം ഒരുപാട് വളരും. അവസാനമായി, പാരന്റിങ് എന്നുള്ളത് കുട്ടിയെ മാറ്റാൻ ശ്രമിക്കുന്നതല്ല, മറിച്ച് കുട്ടിയെ മനസ്സിലാക്കി അവരുടെ ലോകത്തിലേക്ക്
പാരൻസ് അഥവാ നമ്മൾ കടക്കുന്നതാണ്. നിയന്ത്രണം കൊണ്ടല്ല, മറിച്ച് നല്ല ബന്ധങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ കുട്ടികളെ നയിക്കേണ്ടത്. അവസാനമായി പറഞ്ഞു വയ്ക്കുന്നു, ലോകം കുട്ടിക്ക് കഠിനമായാലും വീടെങ്കിലും അവർക്കൊരു അഭയമായി മാറണം. കാരണം ഒരു സുരക്ഷിതമായ വീട് നല്ല ആത്മവിശ്വാസമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇത്രയും സമയം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലോകം കുറച്ചുകൂടി നല്ലതാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.